ഹായ്. 4 ദിവസം മുൻപ് കൊല്ലം സുധിയുടെ മകൻ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോകാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ ഒന്ന് മാറട്ടെ എന്ന്. അപ്പോൾ അതിനെതിരായിട്ട് ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ അവനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിക്ക് കിച്ചു ഇന്നൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. കുറച്ച് മുമ്പാണ്. അതിലവൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇവൻ പോകുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ, പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാരണം നീ പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നീ നാട്ടുകാരെ അറിയിച്ചിട്ട് എന്തിനാണ് പോകുന്നത്, നിന്നെ വളർത്തിയ സ്ത്രീയല്ലേ, തൻ്റെ അമ്മയല്ലേ, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ കിച്ചു നീ എന്തിനാണ് പോകുന്നത്, നിന്നെ ഇത്രയൊക്കെ മോശം പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, അങ്ങനെ അവന് പോസിറ്റീവായിട്ടും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവനതൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ അവൻ പോകാത്തത് എന്തുകൊണ്ടാണ് എന്നല്ലെങ്കിൽ അവൻ അമ്മ എന്ന് പറയുന്ന സ്ത്രീയെ എന്തുകൊണ്ടാണ് ആ ഒരു രീതിക്ക് കാണാത്തതെന്ന്. കാരണം അവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ, അതൊരു മകൻ എന്ന രീതിക്ക്, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, അവർ വളർത്തിയ മകനെന്നോ അല്ലെങ്കിൽ വളർത്തു പുത്രനെന്നോ എന്ത് വേണോ പറഞ്ഞോട്ടെ, ദത്തുപുത്രനെന്നോ, ആ ഒരു മകനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് ലൈവിൽ വന്ന് കാണിച്ചിട്ടുള്ളത്. ഇവനപ്പോൾ മെസ്സേജ് അയച്ചു, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, വളരെ മോശമാണ്, ഇത്ര വലിയ ഫ്രെയിമൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ രീതിക്ക് പോകുന്നത്, അത് റിതപ്പനും അവൻ്റെ ഫ്രണ്ട്സിനും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകുമെന്ന്. അതിന് അവർ തിരിച്ചയച്ചിരിക്കുന്നത്, അതിന് ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, വേറൊന്നും പ്രശ്നമില്ലല്ലോ. അവർക്ക് പൈസയാണല്ലോ വലുത്. അവർക്കും അവർ ഫാമിലിക്കും പൈസയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യും, എന്തും പറയും, എന്തും കാണിക്കും. അവർക്ക് മാനം പോയാലും കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി. അതായിരുന്നല്ലോ മുൻപ്. ഇപ്പോൾ രേണുസുധിക്ക് രോഗാവസ്ഥയാണ്, ബുദ്ധിമുട്ടാണ്, അതൊക്കെയും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് ഒരു ഭയങ്കര ഒരു സിമ്പതി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അവർ രോഗാവസ്ഥ ഭേദമാവട്ടെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് അമിതമായിട്ട് അയ്യോ ഇങ്ങനത്തെ ഒരു രോഗം വന്നു പോയല്ലോ, അല്ലെങ്കിൽ അയ്യോ കഷ്ടമാണ്, പാവമാണ്, എനിക്ക് നുണ പറയാൻ എനിക്ക് അറിയില്ല. കാരണം എനിക്ക് അവരുടെ അടുത്ത് ആ ഒരു വലിയ രീതിക്കുള്ള സിമ്പതി എനിക്കില്ല. ഇവർക്ക് രോഗാവസ്ഥ വരുന്നതിന് മുൻപ് ഇവർ കാണിച്ച് കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു തരത്തിൽ ഇവർ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും, ഈ രേണുസുധിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വരുന്ന രോഗാവസ്ഥയാണ്. RCCയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് പോലും വരുന്ന ഒരു, പാവപ്പെട്ടവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. കൊച്ചു പിള്ളേരായിക്കോട്ടെ എല്ലാവരും ഈ അസുഖത്തിൽ ബാധിച്ച് കിടക്കുന്നവർ കാണാൻ പറ്റും. ഈ രേണുസുധിയെ മാത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡായി നിൽക്കുന്നത് കൊണ്ട് രേണുസുധിയുടെ കാര്യം മാത്രം ഇങ്ങനെ പൊക്കി പിടിച്ച് വെച്ചുകൊണ്ട് അയ്യോ അവരിങ്ങനെയാണ്, അവരെങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ ബാക്കിയുള്ളവരാരും മനുഷ്യരല്ലേ? ഈ രേണുസുധി മാത്രമാണ് ഈ ക്യാൻസർ വന്ന ആദ്യത്തെ ഈ കേരളക്കരയിലുള്ള ആദ്യത്തെ വനിത. എൻ്റെ അച്ഛനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഞങ്ങൾക്കറിയാം ബുദ്ധിമുട്ടും വിഷമവും എല്ലാം അറിയാം. എൻ്റെ അച്ഛനൊരു ആഹാരം പോലെ ഇറക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചിട്ട് 17 വർഷം കഴിഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളും ഒന്നും കഴിക്കില്ല, കാരണം അച്ഛന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളും ഒന്നും കഴിക്കില്ല. ഈ വേദനകളും വിഷമങ്ങളും എല്ലാം അറിഞ്ഞ് ജീവിച്ചവർ തന്നെയാണ്. പക്ഷെ രേണുസുധി കാണിക്കുമ്പോഴത്തേക്കും ഇവർ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ വെച്ച് എനിക്ക് അവരുടെ അടുത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള മനസ്സിമ്പതിയായിട്ട് എനിക്ക് പറയാൻ അങ്ങനെ തോന്നില്ല. എനിക്ക് സിമ്പതി തോന്നുന്നില്ല. ഒരു ലൈവിൽ വന്നിരുന്ന് കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അവർ കാണിച്ചത്? ചുണ്ട് കടിക്കല്ലേടാ, പിടിക്കല്ലേടാ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഇത് പറയുന്നത് അവരുടെ വീഡിയോ കേട്ട് എനിക്ക് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഒരു മണ്ണാകൊട്ടയ്ക്ക് വേണ്ടല്ല. കാരണം എനിക്ക് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇവരെ ഒരുപാട് ചാനലുകൾ എന്നല്ലേ ഞാൻ പറയുന്നത്, ഒരുപാട് യൂട്യൂബേഴ്സ് ഇവരുടെ റിയാക്ട് ചെയ്തും അല്ലെങ്കിൽ ഇവരുടെ കണ്ടന്റുകൾ ഇട്ടും ഒരുപാട് ചാനലുകൾ റീച്ച് ആക്കിക്കൊണ്ട് വന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് ഇവരെ വീഡിയോയും വേണ്ട, എനിക്ക് റീച്ചും വേണ്ട എന്ന രീതിക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ കിച്ചു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി. എനിക്കങ്ങനെ റീച്ചും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇവരുടെ കാര്യം. ഇത് കണ്ടാ തോന്നും ഇപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് കുറെ ഫാൻസ് ഉണ്ടല്ലോ, അവര് ഏത് നേരവും പോസ്റ്റാണ്. മുമ്പ് രേണു എന്ത് ചെയ്യുന്നോ അതിനെ പറ്റിയായിരുന്നു. ഇപ്പൊ രേണു അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, അയ്യോ രോഗാവസ്ഥയാണ്, ഇത് ഫോണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ കാണുമ്പോൾ വിചാരിക്കും ഈ കേരളക്കരയിൽ ഇതുവരെയ്ക്കും ആർക്കും ക്യാൻസർ രോഗം വന്നിട്ടില്ല എന്ന്. ഇവർക്ക് മാത്രമാണ് ആദ്യമായിട്ട് ക്യാൻസർ വന്നതെന്ന്.
എത്ര സിനിമാ താരങ്ങൾക്ക് വന്നിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ താരങ്ങൾക്ക് വന്നിട്ടുണ്ട്, സാധാരണക്കാരായ എത്ര ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അനുഭവിച്ച് കഴിഞ്ഞവരാണ് ഇവരെല്ലാവരും. ഇവര് രോഗാവസ്ഥയായിട്ട് അവര് മെച്ചപ്പെട്ട് വരട്ടെ. പക്ഷെ ഇവര് രോഗാവസ്ഥയിൽ ഇരുന്നിട്ട് പോലും ആ കിച്ചു എന്ന് പറയുന്ന പയ്യനെ അവര് തരം താഴ്ത്തുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവര് വളർത്തി എന്ന് പറയുന്ന ഒരു മകനുണ്ട്, അവൻ എന്നെ ഇതുവരെ വന്ന് നോക്കിയില്ല. എങ്ങനെ വന്ന് നോക്കും? നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് എങ്ങനെ വന്ന് നോക്കും? നല്ല പ്രവൃത്തികളാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിക്ക് പൈസ കിട്ടിയാൽ മതി, മാനം പോയാലും പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ല മറ്റുള്ളവര്. ഇവര് ആൺപിള്ളേരാണ്, ഇപ്പോ വളർന്ന് ഇവര് ഇപ്പോ പൊതു നിലത്ത് ഇറങ്ങി നടക്കുന്നവരാണ്. അവർക്ക് പല ചോദ്യങ്ങളും വരും. നിന്റെ അമ്മ അങ്ങനെയല്ലേ, നിന്റെ അമ്മ ഇങ്ങനത്തെ ലൈവിലല്ലേ വന്നത്, നിന്റെ അമ്മ അങ്ങനെ ചെയ്തല്ലോ, നിന്റെ അമ്മ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആ പയ്യന്റെ മനസ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഒന്നിനും ഒരു വാലും തുമ്മില്ലാത്തൊരു സംസാരവും സംസാരിച്ചിട്ട് അവർ ഭയങ്കര നീറ്റും നല്ലവരും. ഈ ഒരു രോഗാവസ്ഥ വന്നെന്ന് കരുതി രേണുസുതി ഒരിക്കലും നല്ലവളാവില്ല. എല്ലാവരും നല്ലത് ചെയ്യുമ്പോഴും നിങ്ങളെ കുറ്റം കണ്ടുപിടിക്കാനേ ശ്രമിക്കാറുള്ളൂ. നിങ്ങൾ വീട് വെച്ച് തന്നവരെയും അല്ലെങ്കിൽ വസ്തു തന്നവരെയും എല്ലാവരെയും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പതാ സീക്രട്ട് ഏജന്റ് നിങ്ങൾക്ക് AC വാങ്ങിച്ച് തന്നിട്ടുണ്ട്, ഇനി നാളെ അയാൾക്കെതിരെയും പറയില്ലെന്ന് ആര് കണ്ടു? എല്ലാവരും കുറ്റം മാത്രം പറയാനേ അറിയത്തുള്ളൂ. നിങ്ങളെ രോഗാവസ്ഥകൾ മാറ്റി മെച്ചപ്പെട്ട രീതിയിൽ നല്ലൊരു ജീവിതം നയിച്ച് നിങ്ങൾ മുന്നോട്ട് വരും. അപ്പം നിങ്ങൾ ആരും കുറ്റം പറയില്ല. നിങ്ങൾ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കൂ. ആരും നിങ്ങളെ കുറ്റം പറയാനും വരില്ല, കുറവ് പറയാനും വരില്ല, ഒന്നിനും വരില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കൂ. പക്ഷെ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇനിയും ആരുടെ മേലും പഴി വെച്ച് ചാരാതെ സ്വന്തം കാര്യം, സ്വന്തം ജീവിതം പ്രാർത്ഥനയോടും അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടും ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.